മാതൃഭൂമി ന്യൂസ് എക്സ്ക്ലൂസീവ്. സ്വർണ്ണക്കൊള്ള കേസുകളിലെ പ്രധാന പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി പൂജാ സഹായിയായി ശബരിമലയിൽ എത്തുന്നത് 2007 തെളിവായി ചിത്രങ്ങൾ പുറത്ത്. അന്ന് ശബരിമല ഉത്സവകാല ചടങ്ങുകളിൽ പോറ്റി സജീവമായിരുന്നുവെന്ന് ഈ ചിത്രങ്ങളിലൂടെ വ്യക്തമാണ്. 19 വർഷം മുൻപ് മാതൃഭൂമി ഫോട്ടോഗ്രാഫർ പി രതീഷാണ് നിർണായകമായ ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. ശബരിമലയിൽ എത്തിയപ്പോഴേ മുഖ്യ സഹായിയുടെ റോളായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക്. 2007 ഉത്സവത്തിനായി നട തുറന്നപ്പോഴാണ് ഈ സ്ഥാനത്തേക്ക് എത്തുന്നത്. ഉത്സവത്തിന്റെ ഭാഗമായുള്ള ശ്രീഭൂതബലി എഴുന്നള്ളത്തിൽ മൂലബിംബവും വഹിച്ച് മേൽശാന്തി ഈശ്വരൻ നമ്പൂതിരി ക്ഷേത്രത്തെ വലം വയ്ക്കുമ്പോൾ തൊട്ടുമുന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കാണാം. സോപാനത്ത് തന്ത്രി കണ്ഠരര് രാജീവരെ നമസ്കരിക്കുമ്പോൾ മേൽശാന്തിയുടെ പിന്നിലും പോറ്റിയുണ്ട്. ബലി തൂവുമ്പോൾ തന്ത്രിയുടെ തൊട്ടു പിന്നിലാണ് പോറ്റിയുടെ സ്ഥാനം. സഹായിയുടെ റോൾ അധികാരസ്ഥാനങ്ങളുമായി അടുപ്പം പുലർത്താനുള്ള ചവിട്ടുപടിയാക്കി മാറ്റി. ബന്ധം കൂടുതൽ ദൃഢപ്പെട്ടതോടുകൂടി പൂജാരിയിൽ നിന്നും സ്പോൺസർ എന്ന നിലയിലേക്ക് സ്വയം മാറുകയും ചെയ്തു. ബംഗളൂരു ശ്രീരാംപുര ക്ഷേത്രത്തിലെ പൂജാരി സ്ഥാനത്തു നിന്നായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വരവ്. സ്വർണ്ണക്കൊള്ളക്കേസിൽ പിടിയിലായ ജ്വല്ലറി ഉടമ ഗോവർദ്ധനുമായി പോറ്റിക്ക് അന്നേ പരിചയമുണ്ടായിരുന്നുവെന്നാണ് കണ്ടെത്തൽ. പങ്കജ് ഭണ്ഡാരിയുമായി പോറ്റി അടുപ്പമുണ്ടാക്കിയത് ഗോവർദ്ധൻ വഴിയും. ഇതാണ് മാളികപ്പുറം ക്ഷേത്രത്തിന്റെ മേൽക്കൂര സ്മാർട്ട് ക്രിയേഷൻ സ്വർണം പൂശുന്നതിനു വരെ വഴിതെളിച്ചത്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.